ഇഴഞ്ഞു നീങ്ങുന്ന സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ വലഞ്ഞ തിരുവനന്തപുരത്തെ യാത്രക്കാർ റോഡുകൾ വെട്ടിപ്പൊളിച്ചത് കൂട്ടത്തോടെയാണ്. ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ കാൽനട യാത്രക്കാർ ഉൾപ്പെടെയുള്ളവർ വളരെയധികം ദുരിതമാണ് അനുഭവിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി റോഡ് പണി നടക്കുന്ന വഴുതക്കാട് നിന്നും അഖിൽ പാലോട്ടുമടം ചേർന്നുണ്ട്. അഖിൽ, എത്രത്തോളം ദുരിതമാണ് യാത്രക്കാർക്ക്? വിഷ്ണു, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹൃദയഭൂമി എന്ന് പറയാൻ സാധിക്കുന്ന വഴുതക്കാട് ജംഗ്ഷനിലാണ്. എനിക്ക് മുൻവശത്തുള്ളത് 125 വർഷം പഴക്കമുള്ള തിരുവനന്തപുരത്തെ വനിതാ കലാലയമാണ്. എനിക്ക് മുന്നിൽ കാണുന്ന ഈ വനിതാ കലാലയം അത് 125 വർഷത്തെ പഴക്കമുള്ള വനിതാ കലാലയമാണ്. ഇവിടെ നിന്നും നേരെ മുൻവശത്തേക്ക് ഇറങ്ങിയാൽ അവിടെയുള്ളത് ഈ നഗരത്തിന്റെ ക്രമസമാധാനത്തെ സംരക്ഷിക്കേണ്ട സിറ്റി പോലീസ് കമ്മീഷണറുടെ കാര്യാലയമാണ്. ഇവിടെ നിന്ന് മറ്റൊരെണ്ണം ഇടത്തേക്ക് തിരിഞ്ഞാൽ അത് സംസ്ഥാന തന്നെ പോലീസ് മേധാവിയുടെ, അതായത് DGPയുടെ ഓഫീസാണ്. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നത് ഓരോ യാത്രക്കാരും അവർ എത്ര ബുദ്ധിമുട്ടിയാണ് ഈ റോട്ടിലൂടെ കടന്നു പോകുന്നത് എന്നതാണ്. ഒരു വാഹനം പോകാൻ സാധിക്കില്ല, ഒരു ഇരുചക്ര വാഹനം പോലും ഇതുവഴി പോകാൻ സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ കൺമുമ്പിൽ കാണുന്നത്. മാസങ്ങളായി ഇവിടുത്തെ റോഡ് പണി ഒക്കെ തന്നെ ആരംഭിച്ചിട്ട്. ഈ റോഡ് പണിയിൽ ഏറ്റവും വലിയ പ്രത്യേകത, ഈ റോഡ് പണി ഇപ്പോൾ ഇതിൽ പൈപ്പിടൽ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളുടെ ഒക്കെ തന്നെ പണികൾ നടക്കുന്നുണ്ട്. ഇലക്ട്രിക് ലൈനുകളുടെയോ അതുപോലെ തന്നെ വാട്ടർ അതോറിറ്റിയുടെയും ഒക്കെ തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പ്രവർത്തനങ്ങൾ എന്ന് അവസാനിക്കും എന്നതാണ് ഇതിൽ ഏറ്റവും ചോദ്യമായി നിൽക്കുന്നത്. പക്ഷേ നമുക്കിവിടെ ചോദിക്കാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥരായിരുന്നു. ഞാനിവിടെ വരുന്ന സമയത്ത് തന്നെ അവരാദ്യമേ മുൻകൂട്ടി വന്ന് പറഞ്ഞു, ഞങ്ങൾ ഇവിടുത്തെ പണിക്കാരാണ്, ഞങ്ങളുടെ ഒരക്ഷരം വന്ന് ചോദിക്കരുതെന്ന് അവർ തന്നെ നേരത്തെ മുൻകൂട്ടി ഞാനിവിടെ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ അവർ പറഞ്ഞിരുന്നു. ഇവിടുത്തെ മുഴുവൻ, അതായത് നമ്മുടെ തിയേറ്ററാണ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ, അതായത് ഇത് എൻ്റെ വലതുവശത്ത് കാണുന്ന ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പരിഷ്കരിക്കാനുള്ള പരിഷ്കരണ യന്ത്രങ്ങളെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ കാര്യാലയമാണ്. ആ കാര്യാലയത്തിൽ നിന്ന് ഈ റോട്ടിലൂടെ ഇറങ്ങിയ അവർ ഈ ടെസ്റ്റ് പരിഷ്കരണങ്ങൾ നടത്താനുള്ള ഒരു പരിഷ്കരണത്തിലേക്ക് പോകേണ്ടത്. ഓരോ യാത്രക്കാരും അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എത്രമാത്രമാണ് എന്ന് അവർ പറയുന്നതിനും വാക്കുകൾക്കും അപ്പുറത്തായിരിക്കും. കാരണം എൻ്റെ ഈ പുറകുവശത്ത് ഈ കാണുന്നത് കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിട്ടുള്ള വി ശിവൻകുട്ടിയുടെ ഔദ്യോഗിക വസതിയാണ്, സായിഡു ആണ്. പക്ഷെ മന്ത്രിക്ക് പോകാനുള്ള ഒരു ചെറിയ വഴി അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. മന്ത്രിക്ക് അകത്തേക്കും പുറത്തേക്കും പോകാനുള്ള ഒരു ചെറിയ വഴി അവിടെ ശരിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ സാധാരണക്കാരന് പോകാനുള്ള ഒരു വഴിയും ഇവിടെ റെഡിയാക്കി നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ദുസ്സഹകരമായ ഒരു വസ്തുതയായി നിലനിൽക്കുന്നത്. കാരണം ഈ റോഡ് പ്രധാനപ്പെട്ട ഒരു വഴുതക്കാടുള്ള, ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ MP ആയിരുന്ന ആനി മിൻസിൻ്റെ പ്രതിമ ഇവിടെ ഇരിപ്പുണ്ട്. ആ പ്രതിമയ്ക്ക് ചുറ്റും കറങ്ങിപ്പോകുന്നത് തലസ്ഥാന നഗരിയിൽ എത്തുന്ന ഒരു പ്രധാനപ്പെട്ട റോഡ് എന്ന നിലക്ക് ഈ റോഡ് കവടിയാർ ഭാഗത്തേക്ക് പോകാൻ, ശാസ്തമംഗലത്തേക്ക് പോകാൻ ഈ റോഡ് ഉപയോഗിക്കുന്നു. അത് നഗരത്തിലേക്ക് കയറാൻ, അതുപോലെ തന്നെ ഇത് ഈ പല സർക്കാർ ഉദ്യോഗസ്ഥ സ്ഥാപനങ്ങളിലേക്കും ഒക്കെ തന്നെ പോകുന്നതിലേക്കുള്ള റോഡാണ് ഈ ഇങ്ങനെ വെട്ടിപ്പൊളിച്ചിട്ടിരിക്കുന്നത്. എന്നാണ് ഇതിൻ്റെ ഒരു പരിഹാരമുണ്ടാവുക? എന്നാണ് ഇതിന് ഒരു ഉത്തരവാദിത്വ ഇത് എന്ന് അവസാനിക്കുമെന്ന് പറയാൻ ആർക്കും കഴിയാത്ത വിധത്തിലാണ് ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ ഉള്ളത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ നമുക്ക് കാണുന്നത് പോലെ തന്നെ ആ റോഡിൽ നിന്ന്, അതായത് തമ്പാനൂർ തൈക്കാട് ഭാഗത്ത് നിന്ന് വരുന്ന ബൈക്ക് യാത്രക്കാരാണ് അതിലെ വരുന്നത്. ആ ബൈക്ക് യാത്രക്കാർ വന്നാൽ അവർക്ക് അവിടെ ഒരു ഗതാഗതം ഇതുവഴി പോകില്ല എന്ന് പറയുന്ന ഒരു തരത്തിലുമുള്ള നെയിൻ ബോർഡുകളൊന്നും തന്നെ അവിടെ വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇരുചക്ര വാഹനങ്ങളടക്കം കാറുകളടക്കം പകുതി ദൂരം വരെ വരുന്നു. അതിനുശേഷം അവരെങ്ങോട്ട് പോകണം എന്നറിയാൻ സാധിക്കാത്ത തരത്തിൽ അവർ ഇങ്ങനെ കിടന്ന് ചുറ്റിക്കറങ്ങുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ജനങ്ങൾ പൊറുതിമുട്ടുന്നു, ജനങ്ങൾ വലയുന്നു, ജനങ്ങൾ ചുറ്റിക്കറങ്ങുന്നു എന്നതല്ലാതെ ഇതിനൊരു പരിഹാരമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിലൊരു കാര്യം കൂടി ഉള്ളത് വിഷ്ണു, ഇനി 2 നാൾ കൂടി കഴിയുമ്പോൾ കേരളത്തിലേക്ക് ഇടവപ്പാതി എത്തുകയാണ്. ഇടവ 1 എത്തുകയാണ്. ഈ മാസം 15-ാം തീയതിയാണ് ഇടവ 1. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ലഭിക്കേണ്ട വേനൽ മഴ ആ ഇടവപ്പാതി എത്തുന്ന സമയത്ത് നഗരത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും വലിയ വെള്ളക്കെട്ടുണ്ടാകുന്ന ഈ തിരുവനന്തപുരം നഗരത്തെ ഇങ്ങനെ കുത്തിപ്പൊളിച്ച് വെട്ടിക്കുഴിച്ചിടുമ്പോൾ ഈ വെള്ളം എങ്ങോട്ടൊഴുകിപ്പോകും എന്നുള്ള ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇത് അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ് എന്നല്ലാതെ മറ്റൊരു വാക്കുപയോഗിച്ച് നമുക്ക് പറയാൻ സാധിക്കില്ല. ജനം ബുദ്ധിമുട്ടുന്നുണ്ട്. ജനം സ്മാർട്ട് റോഡാണ് എന്ന് പറഞ്ഞ ആ സ്മാർട്ട് റോഡിലൂടെ യാത്ര ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾ സ്മാർട്ടായി തന്നെ കടന്ന് ചുറ്റുന്നു എന്നതാണ് യാഥാർത്ഥ്യം വിഷ്ണു.
യെസ്, വ്യക്തമാണ്. അഖിൽ പാലൂട്ടുമടമാണ് തിരുവനന്തപുരം വഴുതക്കാട് നിന്നും വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.